പക്ഷെ ഇവിടെ ഇപ്പൊ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ അവസാനത്തെ ബന്ദിയെയും വിട്ടയക്കുന്നത് വരെ ഞങ്ങൾ വെടി നിർത്തുന്നില്ല, നിങ്ങൾ അങ്ങനെ പോകാൻ വരട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ ബന്ദികളെയും പുറത്തേക്ക് തന്നാൽ, സ്വതന്ത്രമാക്കി തന്നാൽ മാത്രം, പിന്നീട് ഒരു ഹമാസ് പോരാളിയും ഗാസയിൽ അവശേഷിക്കുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രം, എങ്കിലേ ഞങ്ങൾക്ക് അവിടെ ഇസ്രായേലിൽ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ല, മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അവസാനത്തെ ഇൻഫ്രാസ്ട്രക്ചറും തകർക്കും, അവസാനത്തെ തീവ്രവാദിയെയും പിടിക്കും, അവസാനത്തെ ബന്ദിയെയും വിട്ടുകിട്ടുകയും വേണം. എങ്കിലേ ശാശ്വതമായ സമാധാനത്തിലേക്ക് ഇസ്രയേലിന് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് വെടിനിർത്തൽ എന്ന് പറയുന്ന നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലിനോട് വെടിനിർത്തലിന് നിർബന്ധിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല, ഇന്ത്യക്ക് കഴിയില്ല, ഒരു ലോകരാഷ്ട്രത്തിനും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും വെടിനിർത്തലിന് സമ്മർദ്ദം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹമാസിന്റെ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും. അത് ഇസ്രയേൽ ചെവിക്കൊള്ളാനും പോകുന്നില്ല. ഇതാണ് ഇപ്പോൾ ഉള്ള സാഹചര്യം. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, ഇസ്രയേൽ അന്തിമ വിജയം നേടുന്നത് വരെ, ഹമാസിന്റെ അവസാനത്തെ പോരാളിയും മരിച്ചു വീഴുന്നത് വരെ, ഹമാസിന്റെ എല്ലാ ഓഫീസുകളും തുരങ്കങ്ങളും രഹസ്യ അറകളും ഭൂഗർഭ അറകളും റെയ്ഡ് ചെയ്ത് അവിടെയുള്ള എല്ലാ ആയുധങ്ങളും പിടിച്ചെടുക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് തന്നെ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.